നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ നോക്കാം. ഭാരതാംബ വിവാദം മുറുകുന്നു. ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ. ഭാരതാംബ ചിത്രം ഒഴിവാക്കില്ലെന്ന് രാജ്ഭവൻ. SFI രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച് ABVP. ഗവർണറുടെ ചുമതലകൾ പാഠ്യവിഷയമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നിലമ്പൂരിൽ 75.27% പോളിംഗ്. കൂടുതൽ കരുളായി, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ, കുറവ് വഴിക്കടവിൽ. MV ഗോവിന്ദന്റെ RSS ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവന തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് M സ്വരാജ്. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മോഹൻ ജോർജ്. ശക്തി തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ PV അൻവർ. ഇസ്രയേലിന്റെ ആക്രമണം ഒഴിവാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇറാൻ. ഇന്ത്യക്ക് മാത്രമായി വ്യോമാതിർത്തി തുറന്നു. 1000 വിദ്യാർത്ഥികളുമായി 3 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക്. സംഘർഷം ഒഴിവാക്കാൻ ജനീവയിൽ ഇന്ന് UN രക്ഷാസമിതി യോഗം. ഇറാനുമായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരും ചർച്ച നടത്തും. എയർ ഇന്ത്യക്ക് DGCAയുടെ താക്കീത്. വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി. വീഴ്ച കണ്ടെത്തിയത് അഹമ്മദാബാദ് അപകടത്തിന് മുൻപ് സർവീസ് നടത്തിയ എയർബസ് ജെറ്റ് വിമാനങ്ങളിൽ. സിനിമാ സെറ്റുകളിൽ ലഹരി വിലക്കാനുള്ള തീരുമാനവുമായി നിർമ്മാതാക്കൾ. ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം വേതന കരാറിനൊപ്പം നൽകണം. നിബന്ധന ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നടപ്പിൽ വരും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ 2ാം വാല്യത്തിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലവിലെ നിലപാട് തുടരാനാണ് രാജ്ഭവന്റെ തീരുമാനം. എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. ഭാരതാംബ വിഷയത്തിൽ ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 10ാം ക്ലാസിന്റെ സാമൂഹ്യ പാഠം 2ാം വാല്യത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. +1, +2 തലങ്ങളിൽ എവിടെയെല്ലാം ഉൾപ്പെടുത്താൻ കഴിയുമോ അവിടെയെല്ലാം ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് പാഠ്യപദ്ധതിയിൽ ചേർക്കും. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോള്യത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ 11, 12 ക്ലാസ്സിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതുക്കുന്ന അവസരത്തിൽ ഏതെല്ലാം ഭാഗത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ ആ ഭാഗത്തൊക്കെ തന്നെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടുത്തുന്നതാണ്. അതേസമയം ഭാരതാംബ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും ഗവർണറും. ചിത്രം രാജ്ഭവനിൽ തുടരുമെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോൾ സർക്കാർ ചടങ്ങുകൾ ഇനി രാജ്ഭവനിൽ നടത്തേണ്ട എന്ന നിലപാടിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഇതോടൊപ്പം ഗവർണറുടെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാക്കുകയാണ് ഇടതുപക്ഷം. SFIയുടെ നേതൃത്വത്തിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്ത് രാജ്ഭവനിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. പ്രകടനം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും രാജ്ഭവന്റെ ഗേറ്റിന് മുൻപിൽ വരെ പ്രവർത്തകർ എത്തി. ഇന്ത്യൻ പതാക അംഗീകരിക്കാത്ത, ഇന്ത്യൻ ദേശീയത അംഗീകരിക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയ ചരിത്രമുള്ള ആർലേക്കറുടെ പിന്മുറക്കാർ മനസ്സിലാക്കേണ്ടത് ആർലേക്കർ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാക്കിപത്രമാണ്. ആർലേക്കർ തിരുത്തുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരുത്തും വരെയും ആ സമരം തുടരുമെന്നതാണ്. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാത്ത മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. എന്നാൽ ABVP ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ രാജ്ഭവന്റെ അറിവോടെയാണെന്നും രാജ്ഭവനിലെ ഓഫീസ് സ്റ്റാഫ് തിരുവനന്തപുരത്തെ പ്രമുഖനായ RSS പ്രവർത്തകനാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശമെന്ന് സുരേഷ് ഗോപി. വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുതെന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം. ഭാരതാംബയെ പൂജിക്കുക എന്നാൽ ഭൂമിദേവിയെ പൂജിക്കുകയാണ്. അതുമാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയുള്ള മാറ്റമാണ് തരൂരിൽ കാണുന്നതെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. അവർ ശ്രമിച്ചോട്ടെ, ജനങ്ങൾക്കറിയാമല്ലോ. ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂമിദേവി അത്രമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭാരതത്തിൽ. നിങ്ങൾ ഇന്ത്യയുടെ
ഏത് മാപ്പിനെയാണ് അംഗീകരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യയുടെ ഏത് മാപ്പിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? 71 മുമ്പുള്ളതാണോ, 47 മുമ്പുള്ളതാണോ? 77 അല്ല, 71 ഏതാ? നിലമ്പൂരിൽ 75.27% പോളിംഗ് എന്ന അന്തിമ കണക്ക്. കരുളായി, പോത്തുകല്ല് പഞ്ചായത്തുകളിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ, കുറവ് വഴിക്കടവിലും. 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. മൂന്നാഴ്ചയിലേറെ പ്രകമ്പനം കൊള്ളിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം ആളും ആരവവും ഒഴിഞ്ഞ് ശാന്തമാണ് നിലമ്പൂർ. പക്ഷേ മുന്നണി നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും ചങ്കിടിപ്പേറുകയാണ്. കണക്കുകൂട്ടലുകൾക്കപ്പുറം അടിയൊഴുക്കുകൾ ഏതു തരത്തിൽ പ്രതിഫലിക്കുമെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. പ്രാഥമിക കണക്കുകളിൽ സംതൃപ്തിയിലാണ് UDF നേതൃത്വം. UDFിൽ വിള്ളലുണ്ടാക്കാനുള്ള എതിരാളികളുടെ ശ്രമം പരാജയപ്പെടുത്തി 15,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഒരു വലിയ ഭൂരിപക്ഷത്തിന്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളുമാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെ അണിനിരത്തി നടത്തിയ പ്രചാരണം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് LDFിന് അനുകൂലമായി വോട്ടുകൾ മറിയുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. നേരിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷ സ്വരാജ് പങ്കുവയ്ക്കുന്നു. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDAയും. മലയോര മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായാണ് NDAയുടെ വിലയിരുത്തൽ. വളരെ നല്ല ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കാൻ പറ്റും. എല്ലാ BJP പ്രവർത്തകരും വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ടായിരുന്നു. വളരെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പാർട്ടിയുടെ ഈ നയപരിപാടികൾ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിച്ചു. 75,000-ലേറെ വോട്ട് നേടി വിജയിച്ചു കയറാൻ ആകുമെന്നായിരുന്നു അൻവർ ക്യാമ്പിന്റെ അവകാശവാദം. എന്നാൽ മണ്ഡലത്തിലെ നിർണായക സാന്നിധ്യമായി അൻവർ തുടരുമെന്നാണ് അവസാന വിലയിരുത്തൽ. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ തിളക്കമാർന്ന വിജയമുണ്ടാകുമെന്നും നല്ല രാഷ്ട്രീയ മത്സരമാണ് നടന്നതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രചാരണ പരിപാടികളിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നത് വിദേശത്തായിരുന്നതിനാലാണ്. ക്യാമ്പയിന്റെ സ്റ്റാർ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അതിന്റെ ലിസ്റ്റ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. AICCക്ക് കൊടുത്തതാണ്. അത് ഒഫീഷ്യൽസിന് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തതാണ്. അതിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം, ഈ ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്നു അധികം നാളുകളിലും. അതേപോലെ തന്നെ ഡൽഹിയിലായിരുന്നു. കേരളത്തിൽ വന്നു എന്ന് തന്നെ എനിക്കറിയില്ല. എല്ലാവരും അങ്ങോട്ട് വന്ന് ഇലക്ഷന് സഹകരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. UDF ഒറ്റക്കെട്ടായാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചതെന്നും K മുരളീധരൻ പറഞ്ഞു. കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിന്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDFിലുണ്ടായി. ശശി തരൂർ താരപ്രചാരകരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ പര്യടനത്തിന്റെ ഭാഗമായതിനാലാണ് ക്ഷണിക്കാതിരുന്നതെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തരൂർ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും K മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹം ഡെലിഗേഷന്റെ ഭാഗമായിട്ട് വിദേശത്താണെന്ന് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആകെ 2 ദിവസമാണ് ഡൽഹിയിലേക്ക് വന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു.
ഇതെല്ലാമായിട്ട് പോലും താരപ്രചാരകരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ഇന്ത്യ ഒഴിപ്പിക്കുന്നു. 1000 ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ഇറാനിൽ നിന്ന് വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെടും. ഇന്ന് രാത്രി ഒരു വിമാനവും നാളെ 2 വിമാനങ്ങളുമാണ് വരിക. ഇറാനിലെ മഷാദിൽ നിന്നാണ് വിമാനം എത്തുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായാണ് ഇപ്പോൾ ഇറാൻ വ്യോമാതിർത്തി തുറന്നിരിക്കുന്നത്. ഇസ്രയേലിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുന്നതിനാൽ ഇറാനിയൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. വ്യോമാതിർത്തി അടച്ചതിനാൽ അർമേനിയ വഴിയും തുർക്ക്മെനിസ്ഥാൻ വഴിയുമൊക്കെയായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു വന്നിരുന്നത്. ഇറാന്റെ ഭരണമാറ്റമല്ല ഔദ്യോഗിക ലക്ഷ്യമെന്നും പക്ഷേ ആക്രമണത്തിന്റെ അന്തിമ ഫലം അതായിരിക്കുമെന്നും ഇസ്രായേൽ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേലിന് ആരുടെയും സഹായവും വേണ്ടെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അതേസമയം ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് അമേരിക്ക 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാനെതിരായ ആക്രമണത്തിൽ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഭരണമാറ്റം കൂടി അന്തിമ ഫലമായി ഉണ്ടാകുമെന്നും നെതന്യാഹു പറഞ്ഞു. അധികാരമാറ്റത്തെക്കുറിച്ച് ഇറാനിലെ ജനങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും നെതന്യാഹു പറയുന്നു. ഇസ്രായേലി ക്യാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ ഇസ്രായേലിന് ശക്തിയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സൈനിക നടപടിക്ക് മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നിരവാധികം കീഴടങ്ങണമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പുതിയ വിശദീകരണം. The president's top priority right now is ensuring that Iran cannot obtain a nuclear weapon and providing peace and stability in the Middle East. Look, Iran is in a very weak and vulnerable position because of the strikes and the attacks from Israel. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഇടപെട്ടാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്നും റഷ്യ പറയുന്നു. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേലി ആശുപത്രിക്ക് നേരെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം ഇതുവരെ 400 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചുവെന്നാണ് കണക്ക്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 600 കടന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളും ഇന്ത്യ തകർത്തതോടെ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചുവെന്ന് പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ. പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ധറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദമാണ് പാകിസ്ഥാൻ അംഗീകരിച്ചത്. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ നിയന്ത്രണ രേഖ മറികടന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഇതോടെ പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു. എയർ ഇന്ത്യയ്ക്ക് DGCAയുടെ താക്കീത്. 3 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. വിമാന സർവീസ് സംബന്ധിച്ച് നോട്ടീസ് നൽകിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എയർബസ് ജെറ്റ് വിമാനങ്ങളുടെ സർവീസിലാണ് നടപടി. അഹമ്മദാബാദ് അപകടത്തിന് മുൻപാണ് സർവീസ് നടത്തിയത്. സിനിമാ സെറ്റുകളിൽ ലഹരി വിലക്കാനുള്ള തീരുമാനവുമായി നിർമ്മാതാക്കൾ. ഇനി മുതൽ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകർ നൽകണം. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്നാണ് എഴുതി നൽകേണ്ടത്. നടീനടന്മാർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമാക്കും. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 മുതൽ നിബന്ധന നടപ്പിൽ വരുത്തും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചലച്ചിത്ര സംഘടനകളുമായുള്ള കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തി സർക്കാരിന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് തീരുമാനം.
ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെ അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നാണ് തീരുമാനമെടുത്തത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് നടപടി. അടിയന്തരമായി പണം ഈടാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ കമ്മിറ്റി ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റി തീരുമാനപ്രകാരം ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനധികൃതമായി കൈപ്പറ്റിയ തുകകൾ തിരിച്ചുപിടിക്കാനുള്ള ഒരു കർശന നടപടിയിലോട്ട് കടന്നിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും 2-3 വാഹനങ്ങളുള്ളവരും വാസയോഗ്യമായ വീടുള്ളവരും അനധികൃതമായി പദ്ധതിയിൽ നിന്ന് പണം സ്വന്തമാക്കി. ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുമ്പ് 3 ഇരട്ടി വിലയ്ക്ക് വിറ്റവരുമുണ്ട്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തത്. വാസയോഗ്യമായ വീട് വയ്ക്കാൻ സ്വന്തമായി പണമില്ലാത്ത 100 കണക്കിന് പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടിയത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം സർക്കാരിന് 1,14,75,000 രൂപ നഷ്ടമായിട്ടുണ്ട്. ഈ തുക 18% പലിശയോടെ തിരിച്ചുപിടിക്കാനാണ് വിജിലൻസ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. മണ്ണെണ്ണ മൊത്തവ്യാപാരികളുടെയും റേഷൻ വ്യാപാരികളുടെയും സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. AAY കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റു കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. സംസ്ഥാനത്ത് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം നടപടികൾ പൂർത്തിയായി. നാളെ മുതൽ വിതരണം ആരംഭിക്കും. AAY കാർഡുകാർക്ക് 1 ലിറ്ററും മറ്റ് കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്ററും വീതമാണ് മണ്ണെണ്ണ നൽകുന്നത്. ലിറ്ററിന് 61 രൂപയാണ്. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. കോഴിക്കോട് നന്ദി മേൽപ്പാലത്തിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചു. കോഴിക്കോട് നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ്സും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ് ദിശ മാറി മറ്റൊരു ബസ്സിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. 2 ബസിന്റെയും മുൻവശം തകർന്നിട്ടുണ്ട്. അതേസമയം കൂട്ടിയിടിച്ച ബസ്സിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വർഷങ്ങൾ പഴക്കമുള്ള മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ കേരള മാനുസ്ക്രിപ്റ്റ് പ്രിസർവേഷൻ സെന്റർ. ഗ്രന്ഥങ്ങളുടെ ഡിജിറ്റൽ രൂപം തയ്യാറാക്കി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ബ്രഹ്മസ്വം മഠവും ചേർന്നാണ് ഇത്തരമൊരു പ്രൊജക്ടിന് ആരംഭം കുറിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളെ നാശത്തിനു വിധേയമാക്കാതെ ഡിജിറ്റലൈസ് ചെയ്ത് പരിരക്ഷിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ആദ്യഘട്ടത്തിൽ ബ്രഹ്മസ്വം മഠത്തിലെ തന്നെ ഗ്രന്ഥങ്ങളെയാണ് ഡിജിറ്റലൈസേഷന് വിധേയമാക്കിയത്. ഏകദേശം 800ഓളം താളിയോല ഗ്രന്ഥങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ വീടുകളിലെയും സ്വകാര്യ വ്യക്തികളുടെ പക്കലുമുള്ള ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കാനാണ് പ്രൊജക്ട് ടീമിന്റെ ലക്ഷ്യം. അതിനായി ഡിജിറ്റൽ റിസർവേഷൻ ഓഫ് കേരള ആർക്കൈവ്സ് എന്ന പേരിൽ പുതിയ പ്രൊജക്റ്റും ആരംഭിച്ചിട്ടുണ്ട്. താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം, ഡിജിറ്റലൈസേഷൻ, കാറ്റലോഗിംഗ് എന്നിങ്ങനെയാണ് ഇവിടെ ചെയ്തു വരുന്നത്. കേരളത്തിലെ പ്രൈവറ്റ് കളക്ഷൻസിലുള്ള മാനുസ്ക്രിപ്റ്റുകളുടെ കാറ്റലോഗിംഗ്, കൺസർവേഷൻ, പ്രിസർവേഷൻ, ഡിജിറ്റൈസേഷൻ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മസ്വം മഠത്തിലെ ഏകദേശം 800 മുകളിലുള്ള മാനുസ്ക്രിപ്റ്റുകളുടെ കാറ്റലോഗിംഗ്, ഡിജിറ്റൈസേഷൻ, കൺസർവേഷൻ, പ്രിസർവേഷൻ എല്ലാം കഴിഞ്ഞ് അവ തയ്യാറായിട്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ആർക്കൈവ്സിൽ ലഭ്യമാണ്. പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ച് അധികം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു ഓരോ പ്രധാനപ്പെട്ട കളക്ഷൻസിന്, അതായത് കൂടുതൽ കളക്ഷനുള്ള നമുക്കറിയാവുന്ന ആളുകളെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ അനുവാദം വാങ്ങി അവിടുന്ന് ഏകദേശം 100ഓളം മാനുസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു 25-30 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊണ്ടുവരും. ഇവിടുന്ന് ഫുള്ള് വർക്ക് ചെയ്യും. ഡിജിറ്റൈസേഷനും എല്ലാം കഴിഞ്ഞ് കാറ്റലോഗിങ് കഴിഞ്ഞ് ആ 30 തിരിച്ചു കൊടുക്കും, അടുത്ത 30 എടുക്കും. അങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് പാറ്റേൺ. ഇപ്പോൾ പക്ഷെ നമുക്ക് ഈ പ്രൊജക്റ്റ് അറിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഒട്ടനവധി ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ഗ്രന്ഥങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനോടൊപ്പം പഴയ ഗ്രന്ഥങ്ങൾ വൃത്തിയാക്കി പുൽത്തൈലം പുരട്ടി ഉണക്കി നമ്പർ പ്രകാരം അടുക്കി വെച്ച പുതുമയോടെ വ്യക്തികൾക്ക് തന്നെ കൈമാറുന്നു. ഒപ്പം അതിൻ്റെ ഡിജിറ്റൽ രൂപം ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു. ഡിജിറ്റൽ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും വായിക്കാം. അതിനായി ഇവരുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. കേരളത്തിലെ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ സർവേയും പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. ഭാവിയിൽ പഠനത്തിനായുള്ള സർവേ മെറ്റീരിയൽ തയ്യാറാക്കുക എന്നതാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, തൃശൂർ.
അധ്യയന വർഷം ആരംഭിച്ച് 3 ആഴ്ച പിന്നിടുമ്പോഴും ഐമനം പഞ്ചായത്തിലെ കരിമഠം ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിന് പിന്നിലായുള്ള പാടശേഖരത്ത് മടവീഴ്ചയെ തുടർന്ന് സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശം വെള്ളത്തിനടിയിലായതാണ് സ്കൂൾ തുറക്കാത്തതിന് കാരണം. പാടത്തെ വെള്ളം വറ്റിച്ച് സ്കൂൾ തുറക്കാൻ സാഹചര്യമൊരുക്കണമെന്ന് ജില്ലാ കളക്ടർ പാടശേഖര സമിതിക്ക് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഒഴികെ മുഴുവൻ സ്കൂളുകളും തുറന്നിട്ടും കരിമഠം ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ മാത്രം തുറന്നിട്ടില്ല. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന VKV പാടശേഖരത്തിൽ മടവീഴ്ചയെ തുടർന്ന് വെള്ളം കയറിയതാണ് പ്രതിസന്ധിയായത്. പാടത്തെ വെള്ളം വറ്റിച്ചെങ്കിൽ മാത്രമേ സ്കൂൾ മുറ്റത്തെ വെള്ളക്കെട്ട് ഒഴിവാകുകയുള്ളൂ. ഇതിന് പാടശേഖര സമിതി തയ്യാറാകാതിരുന്നതോടെ രക്ഷിതാക്കൾ ജില്ലാ കളക്ടറെ സമീപിച്ചു. മോട്ടറടിച്ച് വെള്ളം പറ്റിക്കാത്താണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെള്ളം പറ്റിച്ചാൽ മാത്രമേ നമുക്ക് സ്കൂളിലെ പഠനം തുടങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഞങ്ങൾ ജനങ്ങളാണേലും നമ്മൾ PTA-ക്കാരാണേലും എല്ലാ കാര്യത്തിലും ചെന്ന് അവരോട് പറഞ്ഞ്, പക്ഷെ അവരത് പറ്റിക്കാൻ തയ്യാറില്ല. 27 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിലുള്ളത്. 3 ആഴ്ചയിലെ അധ്യയന ദിനങ്ങളാണ് ഇവർക്ക് നഷ്ടമായത്. ഇനിയും സ്കൂൾ തുറക്കാൻ വൈകിയാൽ ഈ കാലയളവിൽ പൂർത്തിയാക്കേണ്ട പാഠ്യേതര പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാകുമെന്ന് അധ്യാപകർ പറഞ്ഞു. അപ്പോൾ കുട്ടികളെല്ലാം മറ്റു കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഞങ്ങളോട് ടീച്ചർ എന്നാ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നിൽ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തിരിക്കും എന്നുള്ള ഉറപ്പിന് മേലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് ജില്ലാ കളക്ടർ, ഐമനം പഞ്ചായത്ത് കൃഷി ഓഫീസർ, പാടശേഖര സമിതി തുടങ്ങിയവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാടശേഖര സമിതി ഭാരവാഹികളുടെ ഉദാസീനതയ്ക്കെതിരെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വാക്ക്വേയുടെ ഭാഗങ്ങളുമാണ് കടലെടുക്കുന്നത്. കയറ് കെട്ടിത്തിരിച്ചാണ് വിനോദസഞ്ചാരികൾക്ക് ഇവിടെ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ മണൽപ്പരപ്പോടെ സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന മുഖമായിരുന്നു ശംഖുമുഖമെങ്കിൽ ആ തീരം പൂർണ്ണമായും ഇന്ന് കടലെടുത്തു കഴിഞ്ഞു. തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിന് ഏതാനും മീറ്റർ അടുത്തുവരെ തീരം കടൽ കവർന്നു കഴിഞ്ഞു. സ്വദേശീയരും തലസ്ഥാനത്തേക്കെത്തുന്ന വിദേശീയരും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികൃതരുടെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത്. ശംഖു ഇങ്ങനെയാണ് ഇരുന്നത് മുമ്പേ ഇല്ല, ഭയങ്കരമായിട്ട് ഇത് ശാന്തമായി കിടന്നതാണ്. ഇപ്പം വിഴിഞ്ഞ ആറുമഴ വന്നതിന് ശേഷം കല്ല് കടലിൻ്റെ ഇടുന്തോറും കടലിന് ബുദ്ധിമുട്ടിനെ. ശംഖുമ എത്ര പോയി ഇല്ലയോ, അപ്പുറത്തെ എത്ര വീടുകൾ നശിച്ചത്, ഇതെല്ലാം ആരും ചിന്തിക്കുന്നോ? ഫുട്ബോൾ കളിച്ച സ്ഥലമാണിത്, തീരെ പോയി. ഇപ്പം മണ്ഡപത്തിന് അടുത്തുവരെ എത്തിയില്ലയോ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കടപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ഇത് ആറ്റുമണൽ പോലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം, ഇതിലെന്തെങ്കിലും നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന്. അതങ്ങനെ കടലിനകത്തോട്ട് ഇതുവഴിയായിരുന്നു റോഡ്. അതെല്ലാം കഴിഞ്ഞ് കടലിനകത്തോട്ട് കൊണ്ട് കെട്ടിയ കടൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ തന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കയറുക, വാവ വലിയാകുമ്പോഴേ പുതിയതായിട്ട് കെട്ടണതാണ് ഇടിയണത്. വീണ്ടും അവരത് കെട്ടും, അത് ഇടിയും. 100 ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണം എന്ന സർക്കാർ പദ്ധതിയിൽ ശംഖുമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മിതികളും കടലെടുക്കുകയാണ്. കണക്കുകൾ പ്രകാരം 2020 ജനുവരി വരെ 35 മീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന കടൽ തീരം 5 വർഷത്തിനിപ്പുറം ഇല്ലാതാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശംഖുമുഖത്തെ വിശാലമായ തീരം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വാക്ക്വേയും ഇന്ന് കടലെടുക്കുകയാണ്. താമസിയാതെ ടൂറിസ്റ്റുകളും ശംഖുമുഖത്തോട് വിട പറയും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണമാലി ഫോർട്ട് കൊച്ചി മേഖലയിലെ കടലാക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈദികർ പ്രത്യക്ഷ സമരത്തിൽ. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുക, തീരസംരക്ഷണം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആലപ്പുഴ, കൊച്ചി രൂപതകളിലെ വൈദികരാണ് ഉപവാസം സംഘടിപ്പിച്ചത്. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സമരം ഉദ്ഘാടനം ചെയ്തു. തീരമേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക,
സുരക്ഷിത കടൽഭിത്തി നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിക്കുക, കണ്ണമാലി പുത്തൻതോടിൽ നിർത്തിവച്ചിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം പുനരാരംഭിക്കുക, കടലാക്രമണത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, കായലിലെ എക്കൽ നീക്കി നീരൊഴുക്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊച്ചി ആലപ്പുഴ രൂപതയിലെ വൈദികർ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. വർഷങ്ങളായി തീരദേശ നിവാസികൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഓരോ മഴക്കാലത്തും വീടും വീട്ടുപകരണങ്ങളും എല്ലാം നശിക്കും. അവയെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും അടുത്ത മഴക്കാലം എത്തും. ചെല്ലാനത്തുള്ളതിന് സമാനമായി ടെട്രാപോഡ് നിർമ്മാണം കണ്ണമാലി ഫോർട്ട് കൊച്ചി മേഖലകളിൽ വന്നാലേ പ്രശ്നം പരിഹരിക്കാനാകൂ. തീരജനത മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കണമെന്ന് വൈദികർ ആവശ്യപ്പെട്ടു. കൊച്ചി ആലപ്പുഴ രൂപതകളുടെ നേതാക്കളും KRLCസും ഒക്കെ ചേർന്നാണ് ഒരു ജനകീയ രേഖ തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ ജനകീയ രേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്രത്തോളം വരെ വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇത് കേവലം ഇവിടം കൊണ്ട് നിർത്തരുത്, മറിച്ച് ഫോർട്ട് കൊച്ചി വരെ വരണമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഭരണകർത്താക്കൾ ശ്രദ്ധാപൂർവ്വം ഇത് കാണുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. തീരമേഖലയുടെ ആവശ്യങ്ങളിലെല്ലാം അടിയന്തരമായി തീരുമാനമെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. കുട്ടനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ജനജീവിതം ദുരിതപൂർണമാക്കുകയാണ്. റോഡുകളിലും വഴികളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതവും നിലച്ചു. വെള്ളം ഉയർന്നതോടെ സ്കൂളുകളും അടച്ചു. തോടുകളിലെ ആഴം കൂട്ടുകയും അടിഞ്ഞുകൂടിയ പോളകളും മറ്റും നീക്കം ചെയ്ത് നീരൊഴുക്ക് വർദ്ധിപ്പിക്കുകയും കാലവർഷം എത്തുന്ന സമയത്ത് പൊഴി മുറിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കാലവർഷം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വന്ന വീഴ്ചയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. പഞ്ചായത്തിലെ ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 7 മുതൽ 11 വരെയുള്ള വാർഡുകളിലും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കരിമ്പാവളവ് ഉൾപ്പെടുന്ന കിഴക്കൻ ഭാഗങ്ങളിലും ഇതോടെ ഒരു പരിധിവരെ ശുദ്ധജലം ലഭ്യമാകും. എച്ച് സലാം MLAയുടെ ഫണ്ടിൽ നിന്ന് 5,14,000 രൂപയും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,25,000 രൂപയും അടക്കം ചെലവഴിച്ചാണ് വാട്ടർ വർക്ക്സ് പമ്പ് ഹൌസിൽ ട്യൂബ് വെൽ പ്രവർത്തന സജ്ജമാക്കിയത്. ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനോദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. കോട്ടയം മൂന്നിലവ് പഞ്ചായത്തിലെ ഇരുമാപ്രയിൽ ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടം. ഇലവുമാക്കൽ ജിജോയുടെ വീട് ഭാഗികമായി കത്തിനശിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ഈ സമയം വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീട്ടിലെ വയറിംഗ്, TV, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ ജനലുകൾക്കും ഭിത്തികൾക്കും പൊട്ടലും വിള്ളലും ഉണ്ടായി. മരപ്പണി ചെയ്യുന്ന വർക്ക്ഷോപ്പും മെഷീനറികളും കത്തിനശിച്ചു. കൊട്ടിയൂരിൽ രേവതി ആരാധന തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതാണ് രേവതി ആരാധന. ആദ്യ ആരാധനയായ തിരുവോണം ആരാധന ഞായറാഴ്ച നടന്നു. ഇളനീർ വെപ്പിന് ശേഷമുള്ള അഷ്ടമി 7.5 നാൾ പകലുള്ള ദിവസമാണ് രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധന നടക്കുന്നത്. അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും ബുധനാഴ്ച കൊട്ടിയൂരിൽ നടന്നു. തുടർന്നാണ് മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന ഇന്ന് നടക്കുന്നത്. പൊന്നിൻ ശീവേലി രേവതി ആരാധനയുടെ ഭാഗമാണ്. സന്ധ്യയ്ക്ക് പൂജയ്ക്കൊപ്പം സ്ഥാനികർ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന പഞ്ചഗവ്യവും പാലും അഭിഷേകം ചെയ്യും. കോവിലകത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് കളഭാഭിഷേകം നടത്തുന്നത്. പഞ്ചഗവ്യം, നവകം, കളഭം എന്നിവയും അഭിഷേകം ചെയ്യും. ആരാധനകളിൽ അവസാനത്തേതും അതിവിശിഷ്ടവുമായ രോഹിണി ആരാധന അടുത്ത ചൊവ്വാഴ്ചയാണ്. വൈഷ്ണവ സങ്കല്പത്തിൽ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധന നാളിലെ വിശിഷ്ടമായ ചടങ്ങ്. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ അവിവാഹിതയായ അമ്മയെ അറസ്റ്റ് ചെയ്തു. കൊലക്കുറ്റം ചുമത്തിയാണ് 21-കാരിയെ അറസ്റ്റ് ചെയ്തത്. കൃത്യം നടത്തിയത് സ്വന്തമായിട്ടെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. യുവതിയുമായി വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെപ്പറ്റി ആശുപത്രിയിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ യുവതിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് ശിശുവിന്റെ മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശുചിമുറിയിൽ പ്രസവിച്ച യുവതി തന്നെ പൊക്കിൾക്കൊടി മുറിച്ചുമാറ്റി. പിന്നാലെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു. കുട്ടിയെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. യുവതിയെ വീട്ടിലും ശുചിമുറിയിലും പിന്നാലെ പറമ്പിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് യുവതിയുടെ മൊഴി. എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആൺസുഹൃത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് വിശദമായി അന്വേഷിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട.
ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്ന സൈക്കിൾ പദ്ധതി പരാജയം. കുടുംബശ്രീ സംരംഭം എന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് 5 വാർഡുകളിൽ കോർപ്പറേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ സൈക്കിൾ ആരും ഉപയോഗിക്കാതെ പൊടി പിടിച്ച് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. പലയിടങ്ങളിലും സൈക്കിൾ സൂക്ഷിക്കാൻ ഷെഡുകളുമില്ല. ആദ്യഘട്ടത്തിൽ 10 വാർഡുകളിൽ നടപ്പാക്കേണ്ട പദ്ധതി ഇതുവരെ 5 വാർഡുകളിൽ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. ഒരു വാർഡിൽ 20 സൈക്കിളുകളാണ് നൽകിയത്. 10 വയസ്സ് മുതലുള്ള എല്ലാവർക്കും സൈക്കിൾ ഉപയോഗിക്കാം. 1 മണിക്കൂറിന് 20 രൂപ. സമയം കൂടുമ്പോൾ ചാർജും വർദ്ധിക്കും. എന്നാൽ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ പദ്ധതി പരാജയമായിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പദ്ധതി ആളുകളിലേക്ക് വേണ്ട വിധം എത്തിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. പലയിടങ്ങളിലും ഷെഡ് പോലും നിർമ്മിക്കാതെയാണ് സൈക്കിൾ കൊണ്ടുവന്നിറക്കിയത്. ആഴ്ചവട്ടത്ത് കാളൂർ റോഡിൽ ഒരു വീടിന്റെ ഷെഡിലാണ് സൈക്കിൾ പൊടിപിടിച്ച് കിടക്കുന്നത്. ആരും ഇതുവരെ അന്വേഷിച്ചു വന്നില്ല എന്ന് വീട്ടുടമസ്ഥൻ പറയുന്നു. ആരന്വേഷിച്ചു വന്നില്ല, ഒറ്റ കുട്ടികളൊന്നുമില്ല. പിന്നെ കൊടുക്കാനും പറ്റൂലല്ലോ, ഒരു സമ്മതമില്ലാതെ വന്നാലും. ഒന്നെങ്കിൽ ഞാൻ പറയാം കൗൺസിലർ പറയാം, അല്ലെങ്കിൽ കൗൺസിലർ വിളിച്ച് വിവരം പറയാം. നടക്കാവിലെ ഷെഡിലും സൈക്കിൾ അന്വേഷിച്ച് ആരും എത്തുന്നില്ല. സർക്കാരിന്റെ ഒരു സംരംഭം നല്ല രീതിയിലായിരുന്നു, പക്ഷെ അത് തുടങ്ങിയ സ്ഥലം ശരിയായില്ല എന്നുള്ളതാണ് അഭിപ്രായം. സൈക്കിൾ പദ്ധതി കോർപ്പറേഷന്റെ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പലതും തുരുമ്പെടുത്ത് കാറ്റുപോയ അവസ്ഥ. ഈ പദ്ധതിയുടെ ശരിക്കും നമുക്ക് പറയാം കാറ്റുപോയ സൈക്കിൾ പദ്ധതി എന്ന് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം. 7000 രൂപയ്ക്ക് മുകളിലാണ് സൈക്കിളിന്റെ വില. വലിയ തുക ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതി ആർക്കും ഉപയോഗമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമായി മാറുകയാണ് സൈക്കിൾ പദ്ധതി. അമൃത ന്യൂസ്, കോഴിക്കോട്.